ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. കുറച്ച് നാളായി ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ. കാരണം കുറേ യാത്രയൊക്കെ ചെയ്തപ്പോഴേ അവിടെ പോയെന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണ്ടേ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ കൂടെ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോസ് എല്ലാം ഇടുന്നത്. എൻ്റെ ട്രാവൽ വ്ളോഗ്സും ഒരു മോട്ടിവേഷണൽ വീഡിയോ തന്നെയാണ്. കാരണം എത്രയോ പേരുണ്ട് വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത് അല്ലേ. എങ്ങോട്ടും പോകാനായിട്ടുള്ള ആരോഗ്യമുണ്ട്, പണവുമുണ്ട്, എന്നാലും പോകാതിരിക്കുന്നവരൊക്കെ കുറച്ച് പേരൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നത്. ഇന്ന് ഏതാണല്ലോ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് തന്നെ കാര്യം. അപ്പോൾ റെഡിയല്ലേ? സാധാരണ ഒരു സ്റ്റീരിയോ ടൈപ്പാണ് സ്ത്രീകൾക്കൊക്കെ പ്രായമാകുമ്പോൾ അവരുടെ സൗന്ദര്യം എല്ലാം പോയെന്ന്. ശരിയാണ്. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളുടെ മുഖത്തൊക്കെ കുറച്ച് ചുളിവുകളും വരകളും ആ തേജസ്സൊക്കെ പണ്ടുണ്ടായിരുന്ന ആ തേജസ്സും കണ്ണിനൊക്കെ ആ അത്രയും ഒരു സ്പാർക്കായിട്ട് തിളങ്ങുന്നില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും ഇല്ലേ. അങ്ങനെയൊക്കെ കാണാറില്ലേ? അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ എന്തോ എടുക്കും, നമ്മളങ്ങ് വിഷാദ മൂകരായിട്ട് പോവുകയാണ്. അയ്യോ, ഒരു മനപ്രയാസം ഉണ്ടാവും. ശരിക്കും ഒന്നും കാണുമ്പോൾ ഒന്നും സന്തോഷമൊന്നുമല്ല ഉണ്ടാകുന്നത്, സങ്കടം, ഒരു വിഷമം തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെങ്കിൽ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട്. അത് വെറും നമ്മുടെ ഭാഗികമായിട്ടുള്ള ചേഞ്ചസ് ആണ്. നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. ലാഫ് ലൈൻസ് ഉണ്ടാകും, നെറ്റിയേലും അവിടെയെല്ലാം ചുളിവുകളും വരകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മുടെ ഒരു ഫിസിയോളജിക്കലാണ്. അതിന് നമ്മൾക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റുമല്ല, പക്ഷെ കുറെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ദിനചര്യകളിലൂടെയും ഒക്കെ നമുക്ക് കുറച്ചൊക്കെ നമുക്കതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മളെ ശരിക്കും വയസ്സിലാക്കുന്നത് എന്താണെന്നോ? നമ്മുടെ പ്രായമല്ല, നമ്മുടെ കോർ വാല്യൂസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾക്ക് പ്രായമാകുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം അല്ലെ സെൽഫ് ലവ്, സെൽഫ് കെയർ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾക്ക് പ്രായമാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ അവഗണിക്കുമ്പോഴാണ് നമ്മൾക്ക് പ്രായമാകുന്നത്. അങ്ങനെ ഈ വർഷങ്ങളെല്ലാം നമ്മളെ പ്രായമുള്ളവരാക്കി വയസ്സന്മാരും വയസ്സുകളുമാക്കി തീർക്കുന്നത്. പിന്നെയോ നമ്മളെ അവഗണിച്ച് കളയുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റാതെ വരുകയും നമ്മളെ അങ്ങ് ഇഗ്നോർ ചെയ്യും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുകയാണ്. ഇഗ്നോർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആ കോർ വാല്യൂസ് എല്ലാം അങ്ങ് നഷ്ടപ്പെടും. നമ്മുടെ റിയൽ ബ്യൂട്ടി എന്താണെന്ന് അറിയാമോ? നമ്മുടെ ആന്തരികമായ ബ്യൂട്ടിയാണ് നമ്മുടെ റിയൽ ബ്യൂട്ടി. നമ്മുടെ കോർ വാല്യൂസ് ആണ് ബ്യൂട്ടിഫുൾ ആക്കുന്നത്. എന്ന് പറയാൻ നമ്മൾ പറയാറില്ലേ, നമ്മുടെ സോൾ, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, അസൂയൊന്നും ഇല്ലാതെ ഗ്രാറ്റിറ്റ്യൂഡിനോടുകൂടി ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് സൗന്ദര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് വയസ്സാകുന്നത്, നമ്മുടെ തേജസ് നഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മളെ തന്നെ അവഗണിക്കുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളൊക്കെ കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളുടെ പരിരക്ഷയാണ് അല്ലേ. അവരുണ്ണുന്നുണ്ടോ, അവര് കളിക്കുന്നുണ്ടോ, അവർ ചിരിക്കുന്നുണ്ടോ, അവരുടെ ഹെൽത്ത് എങ്ങനെയുണ്ടോ, ഇങ്ങനെയെല്ലാം ഓർത്ത് അവരെക്കുറിച്ച് വറിയടിച്ച് അവർക്ക് വേണ്ടി നമ്മളങ്ങ് ജീവിക്കുകയാണ്. അവരെ സ്കൂളിലാക്കുമ്പോഴൊക്കെ ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ട് ചേർക്കണം. അപ്പോൾ അതിനുവേണ്ടി പൈസ ഇല്ലെങ്കിൽ ഒന്നല്ല 2 ജോലിയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ ഈ 2 ജോലിയൊക്കെ ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് മറന്നുപോകും ഇല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ഒരുപാട് നാളെ ഒരുപാട് സിറ്റുവേഷനിൽ എന്നെക്കുറിച്ച് തിങ്ക് ചെയ്യാനായിട്ടോ അല്ലെ ഞാൻ എന്നെക്കുറിച്ച് മറന്നുപോയ ദിനങ്ങളൊക്കെ ഒരുപാടുണ്ട്. കാരണം നമ്മൾ ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നമുക്ക് തോന്നത്തില്ല അല്ലേ. നമ്മൾ ആ സിറ്റുവേഷനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞെന്നാൽ നമ്മളിൽ എല്ലാവരിലും ഒരു പ്രകാശമുണ്ട്. നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമ്മുടെ പ്രകാശത്തെ അടിച്ചമർത്തുകയാണ്. നമ്മൾ തന്നെ ഓർക്കും, അയ്യോ എനിക്കൊരു കഴിവുമില്ല, അയ്യോ എനിക്ക് എൻ്റെ ഈ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് തന്നെ ഒരു സെക്കൻഡ് പ്ലേസ് കൊടുക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ കോർ വാല്യൂസ് എല്ലാം കുറഞ്ഞു പോയിരിക്കും. നിങ്ങൾ ആരെങ്കിലും ചിരിക്കാൻ മറന്നുപോയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ചിരിക്കാനായിട്ട് നഴ്സിങ്ങിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്ന് ചിരി അടക്കാൻ അറിയാൻ മേലായിരുന്നു. പിന്നെ ലൈഫിന്റെ പരിവരുത്ത വശങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എത്ര ദിവസം ഞാൻ ചിരിക്കാതിരുന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതാണ് ലൈഫ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിസിയോളജിക്കൽ ചേഞ്ചും ഇതുപോലെ നമ്മളെ അവഗണിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങ് വയസ്സരായി പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മളോടുള്ള ഒരു സെൽഫ് ലവും സെൽഫ് കെയറും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ കൂടെ നമ്മൾ വയസ്സരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ പറയും നമ്മുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണെന്ന് അറിയാമായിരിക്കും, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. നമ്മുടെ സത്യസന്ധത, റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, കൈൻഡ്നെസ്, പിന്നെ നമ്മുടെ സൗന്ദര്യവും
ഇതെല്ലാമാണ് നമ്മുടെ കോർ വാല്യൂസ്. അപ്പം ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. നമ്മുടെ ലൈഫിലെ നമുക്ക് ഇത്രയും നമ്മുടെ ഈ ജീവിത പ്രാരാബ്ദങ്ങളുമായിട്ട് മല്ലിടുമ്പോൾ നമ്മൾ എത്ര പേര് മറന്നു പോയിട്ടുണ്ടായിരിക്കാം. നമുക്ക് വീട്ടിൽ തന്നെയാണെങ്കിലും ഒന്ന് ഫേഷ്യൽ ചെയ്യാനായിട്ടോ അല്ലെ ജസ്റ്റ് ഒരു കടലമാവിന്റെ ഒരു മാസ്ക് ഇടാനായിട്ടും അല്ലെ ഒന്ന് എക്സ്ട്രാ കെയർ കൊടുത്ത് ഒന്ന് നമ്മളെ ഒന്ന് പാമ്പർ ചെയ്യാനും ഒക്കെ മറന്നുപോയത് എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. ശരിക്കും പറയാണ്, മുഖം ഒന്ന് നല്ലപോലെ കഴുകാൻ പോലും മറന്നുപോയ ദിനങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളെ കൂടുതലായിട്ട് പ്രായമുള്ളവരാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സെൽഫ് കെയറും സെൽഫ് ലവും ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ആത്മാവിനാണ് പ്രായമായി പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ മുഖത്തും പ്രതിഫലിക്കും. നമ്മൾ ചിരിക്കാൻ കൂടി മറന്നുപോയെന്നിരിക്കും. സ്മൈലിംഗ് മേക്ക് യു ബ്യൂട്ടിഫുൾ എന്ന് പറയാറുണ്ട്. വാസ്തവം പറഞ്ഞാൽ ശരിയല്ലേ? നമ്മളൊന്ന് ചിരിച്ച മുഖം കണ്ടു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആരുടെയെങ്കിലും ചിരിച്ച മുഖം കണ്ടെന്നാൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു പോകില്ലേ? ഈ സൗന്ദര്യം എന്ന് പറയുന്നതേ നമ്മളൊരു സിറമോ ഒരു ക്രീമോ അല്ലെ ഒരു വലിയൊരു മേക്കപ്പോ ഇട്ടൊന്നും ഉണ്ടാക്കിയെന്നാൽ വരുന്നൊന്നും അല്ല സൗന്ദര്യം. അങ്ങനെയൊക്കെ ഒരുങ്ങിയെല്ലാം വന്നു കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു ഇഫക്റ്റ് ഉണ്ടെന്നല്ലാതെ നമ്മുടെ കോർ വാല്യൂസിനെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരിക്കുമുള്ള സൗന്ദര്യം വരുന്നത്. കാരണം ലൈഫാണ്, നമുക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പോൾ എന്നാ വലിയ വേദന ഉണ്ടെങ്കിലും എന്നാ വലിയ പ്രശ്നത്തിൽ കൂടെ പോവുകയാണെന്ന് പറയാലും നമ്മൾ ഓർക്കണം, ദിസ് ടൈം വിൽ പാസ്. മനസ്സിലായോ? ദിസ് ടൈം വിൽ പാസ്. ആരുടെ ലൈഫിലും അങ്ങനെ സന്തോഷം മാത്രം നിറഞ്ഞിരിക്കുന്നതില്ല. അപ്പോൾ നമ്മൾക്ക് ആ പ്രശ്നമുള്ള സമയത്തോ ആ പ്രയാസമുള്ള സമയത്തോ എന്താണ് ഉചിതമായിട്ടുള്ളതെന്ന് വിചാരിച്ചെന്നാൽ അത് ചെയ്യണം. ഇപ്പം നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾക്ക് രോഗങ്ങൾ വരാം ഇല്ലേ? രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പതറിപ്പോവുകയല്ലേ ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഞാൻ അതിൽ നിന്നും മുക്തയാകും എന്നുള്ളൊരു വിചാരമാണ് വേണ്ടത്. നാളെ ഒരു നല്ലൊരു ദിവസം വരും എന്നുള്ള ഒരു ആത്മവിശ്വാസം വേണം. അങ്ങനെ നമ്മൾ ഗീവ് അപ്പ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്പീഡി റിക്കവറി ഉണ്ടാകും. നമ്മൾക്കതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേന് ആദ്യമായിട്ട് എടുക്കുന്ന ടേക്ക് എ ഡീപ് ബ്രത്ത്. അതെടുക്കുമ്പം തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾക്കൊന്ന് അപ്പോൾ കൂടുതൽ ഓക്സിജനേഷൻ വരുമ്പോഴത്തേനും നമുക്ക് നല്ലപോലെ ഒന്ന് തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വിഷമഘട്ടങ്ങളിലൊക്കെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. പ്രയാസങ്ങളില്ലാത്ത ജീവിതം ആർക്കുമില്ല കേട്ടോ. ശരിക്കും ദുഃഖവും സന്തോഷവും എല്ലാം മിശ്രിതമായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം. അത് വരും. അപ്പം സന്തോഷം വരുമ്പോൾ അമിതമായിട്ടങ്ങ് നെഗളിച്ച് ആഹ്ലാദിക്കാതെയും ദുഃഖം വരുമ്പോൾ ഈ ദിസ് ഇസ് ദ എൻഡ് എന്ന് വിചാരിച്ച് അങ്ങ് ഡൂം ചെയ്ത് പോകാതെയും ഇരിക്കാനായിട്ട് നോക്കണം. എത്രയെത്ര എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഇച്ചിരി മറിയടിക്കാം, പക്ഷെ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ അതിനെ അതിജീവിച്ച് വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് വരുന്നതിന് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. അത് വന്നത് നന്നായി. ഞാൻ പറയും എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ അസുഖം വന്നത് നന്നായെന്ന് ഞാൻ പറയും. കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ സാധിച്ചു, ഇത്രയൊക്കെ യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു, ചെറിയ 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 സന്തോഷങ്ങളൊക്കെ നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. വിഷമഘട്ടങ്ങളിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പക്ഷേ അത് നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പിടിച്ചു നിന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടായത്. ഞാൻ എന്താണെന്നറിയാം പറയാൻ വന്നത്, നമ്മളിലെല്ലാവരിലും സൗന്ദര്യമുണ്ട്. എല്ലാവരും സുന്ദരിമാർ തന്നെയാണ്. നമ്മുടെ ആ സൗന്ദര്യം നമ്മളിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സുന്ദരിമാരും സുന്ദരന്മാരും ആകും. അപ്പോൾ സുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗിക സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ കോർ വാല്യൂസ്, നമ്മുടെ കോറിനാണ് സൗന്ദര്യം വേണ്ടത്. നമ്മുടെ ആത്മാവിനാണ് സൗന്ദര്യം വേണ്ടത്. അത് നമ്മൾ പാലിച്ചു കഴിഞ്ഞെന്നാൽ ഏത് വിഷമഘട്ടങ്ങളിലും അതിങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എല്ലാവർക്കും വരുന്നതാണ്. ഇതിനകത്ത് ഞാൻ പിടിച്ചു നിൽക്കണം. കാരണം നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നു പോയില്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ താങ്ങാനായിട്ടുള്ള ഒരു ശക്തി തരണം എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് വിഷമഘട്ടങ്ങളും അതിജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കോർ വാല്യൂസിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയെന്നാൽ നമ്മൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. വിഷമങ്ങൾ വരും, കണിശമായിട്ടും പെയിൻ വരും. രോഗങ്ങളുണ്ടോ? പെയിൻ വരും. പെയിൻ വരുമ്പം പെയിൻ മെഡിക്കേഷൻസ് എടുക്കണമെങ്കിൽ എടുക്കണം. അസുഖങ്ങൾ വന്നാൽ ഡോക്ടറെ പോയി കാണണം. അതൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയെല്ലാം വന്നു അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ അസുഖങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ സ്ട്രോങ് ആവണം. പിന്നെ ഉണ്ടല്ലോ, ലൈഫ് ഈസ് വെരി ഷോർട്ട്.
എന്നുള്ള കാര്യം ആരും മറക്കരുത്. ലൈഫ് ഈസ് വെരി ഷോർട്ട്. ഈ നിമിഷം മാത്രമേ ഉള്ളൂ നമ്മളുടേത്. അപ്പം നമ്മൾക്ക് ആ കിട്ടുന്ന ദിവസം നമുക്ക് പെയിനാണേ, നമുക്ക് വേദനയാണേ, അല്ലെങ്കിൽ എനിക്കൊരു ദുരവസ്ഥ വന്നേ, അല്ലെങ്കിൽ ആണ്ട് എൻ്റെ സൗന്ദര്യം എല്ലാം പോയേ എന്നെല്ലാം ഓർത്ത് വിഷമിക്കാതെ എന്തോ ആ പ്രശ്നമെന്ന് വെച്ചെന്നാൽ അതിൽ നിന്ന് അതിജീവിക്കാനായിട്ട് നോക്കണം. ഈ ടൈമും മാറും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മളെല്ലാവരും സുന്ദരനും സുന്ദരിയുമാകും. ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ മൂത്ത് വരുന്ന ചുളിവുകളും ഒക്കെ ഉണ്ടല്ലോ, അത് ഏജ് കൊണ്ട് വരുന്നതാണ്. അതിനെയൊക്കെ അത് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ എക്സർസൈസും എല്ലാം ചെയ്യുമ്പോൾ, നമുക്ക് ഫേസ് യോഗയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുളിവുകളെയും ഒക്കെ നമുക്ക് ഏകദേശമൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു വിദ്യയും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. കാരണം നമ്മുടെ സൗന്ദര്യം നമ്മൾ നോക്കണം കേട്ടോ. സെൽഫ് കെയർ, സെൽഫ് ലവ് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബായ്.